കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി പ്രിയേഷ് സുരേഷ് ഗോപിയുടെ കടുത്ത ആരാധകനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടാണ് ഈ ആരാധന തുടങ്ങുന്നതെങ്കിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനങ്ങളും സാമൂഹ്യ സേവനങ്ങളുമൊക്കെ പ്രിയേഷിനെ ഒരുപാട് അടുപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പലതവണ സുരേഷ് ഗോപി കേരളത്തിൽ നിന്ന് ജനവിധി തേടുമ്പോൾ, അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഒരു തവണ വിജയിക്കാനായി ശ്രമിക്കുന്ന സമയത്ത് പരാജയപ്പെട്ടു പോയതൊക്കെ പ്രിയേഷിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദന നൽകിയ ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിൽക്കുമ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിനെ പ്രതിനിധീകരിച്ച്, കേരളത്തെ പ്രതിനിധീകരിച്ച് നിൽക്കുന്ന സമയത്ത് പ്രിയേഷിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു കയറുക എന്നതായിരുന്നു. അതിനുവേണ്ടി തൻ്റെ ഇഷ്ടദൈവമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുക്കൽ മുത്തപ്പൻ വെള്ളാട്ടം നടത്തിയേക്കാമെന്ന് പ്രിയേഷ് നേർച്ച നേരുകയും ചെയ്തു. എന്തായാലും സുരേഷ് ഗോപി വിജയിച്ചതോടെ പ്രിയേഷ് ഈ നേർച്ച നിറവേറ്റുന്ന കാഴ്ചകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ വൈറലാവുകയും നിറയുകയും ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് പ്രിയേഷ് ഇങ്ങനെ മുത്തപ്പൻ വെള്ളാട്ടം നടത്തിയതെങ്കിലും പൊതുവിൽ മുത്തപ്പൻ വെള്ളാട്ടം എന്താണ്, അല്ലെങ്കിൽ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ഇതുപോലുള്ള ആചാരങ്ങൾ എന്താണ് എന്ന് ഈ തെക്കൻ കേരളത്തിലുള്ള ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. കാരണം വടക്കൻ കേരളത്തിലെ ആരാധനാമൂർത്തിയും ഇഷ്ടദൈവവും ഒക്കെയാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ. പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലുമാണ്. കണ്ണൂരിലെ പ്രധാന ആചാരങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ തെയ്യക്കോലം കെട്ടിയുള്ള മുത്തപ്പനെ പ്രീണിപ്പിക്കുവാൻ വേണ്ടിയുള്ള ആചാരങ്ങളൊക്കെ. അതിൽപ്പെട്ട ഒന്നുകൂടിയാണ് ഈ മുത്തപ്പൻ വെള്ളാട്ടം. തൻ്റെ ഇഷ്ടമൂർത്തിയുടെ അടുത്ത് ആഗ്രഹ സഫലീകരണത്തിനായി ഭക്തരെത്തി അവർ തെയ്യക്കോലങ്ങൾ കെട്ടി അമ്പലത്തിലോ വീടുകളിലോ ഒക്കെ നിറഞ്ഞു നിൽക്കാമെന്ന്, അല്ലെങ്കിൽ മുത്തപ്പൻ വെള്ളാട്ടം നടത്തിക്കൊള്ളാമെന്ന് നേരുന്നതിനെയാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങളായി അറിയപ്പെടുന്നത്. അത്തരത്തിലാണ് പ്രിയേഷ് സുരേഷ് ഗോപിയുടെ വിജയത്തിനായി ഇത്തരത്തിലൊരു നേർച്ച നേരുന്നതും സുരേഷ് ഗോപി വിജയിച്ചു കയറുമ്പോൾ കണ്ണൂരിൽ ഇത്തരത്തിൽ മുത്തപ്പൻ വെള്ളാട്ടം നടത്തിയതും. എന്തായാലും സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിന് പുറമെ കേരളത്തിൽ എല്ലായിടത്തും വലിയ പിന്തുണയുണ്ട്, വലിയ ആരാധകരുണ്ട്, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അത് BJP രാഷ്ട്രീയ പാർട്ടി ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല, അല്ലാതെയും സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്നവർ നിരവധി കേരളത്തിലുണ്ട്. അത്തരത്തിൽ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഏറെ പ്രാധാന്യം കിട്ടപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് സാക്ഷാൽ കണ്ണൂർ. പാർട്ടി ഗ്രാമമായ കണ്ണൂരിൽ BJP വർദ്ധിപ്പിച്ച വോട്ട് ഷെയർ പോലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയായിരുന്നു. പലയിടങ്ങളിലും, പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ പോലും BJPക്ക് വലിയ പ്രാതിനിധ്യമുണ്ടാക്കാൻ കഴിഞ്ഞു. പലയിടങ്ങളിലും BJP മുൻപോട്ടെത്തുന്ന കാഴ്ചകളുണ്ട്. ഇതൊക്കെ സംഭവിച്ചത് മാധ്യമങ്ങളിലൂടെ വാർത്തകളായി വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷത്തിനെതിരെ കേരളത്തിൽ ഇത്രയധികം വിമർശനങ്ങൾ ഉയരുന്നു. സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കാൻ നിൽക്കുമോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് തൃശ്ശൂരല്ല കണ്ണൂരാണെങ്കിലും ഞാൻ മത്സരിക്കാൻ നിൽക്കും, കണ്ണൂർ എനിക്ക് അത്രയും ഇഷ്ടമുണ്ട് എന്ന് സുരേഷ് ഗോപി ഒരു തവണ പറഞ്ഞിരുന്നു. ഇപ്പോൾ വിജയിച്ചതിന് ശേഷം സുരേഷ് ഗോപി ആദ്യം ഓടിയെത്തിയത് കണ്ണൂരിലേക്കുമാണ്. കണ്ണൂരിലെത്തി സഖാക്കളുടെ തട്ടകങ്ങളിലൂടെ സുരേഷ് ഗോപി നടന്നു നീങ്ങിയപ്പോൾ അവിടെ മിക്ക സഖാക്കളും മറന്നുപോയ EK നായനാരുടെ വീട്ടിലെത്തി. അവിടെ എത്തി ശാരദ ടീച്ചറെ കണ്ടതും കെട്ടിപ്പിടിച്ചതും അമ്മയെന്ന് വിളിച്ചതുമൊക്കെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. എന്തായാലും സുരേഷ് ഗോപിക്ക് കണ്ണൂരിനോടുള്ള ഇഷ്ടം അത് നിസ്സാരമല്ലെന്നും കണ്ണൂരിൽ സുരേഷ് ഗോപിക്ക് ഒരുപാട് സാധ്യതകൾ, അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് എന്നും ഈ വരവിലും ഈ യാത്രയിലുമൊക്കെ മനസ്സിലാവുന്നുമുണ്ട്.